പാലക്കാട് വടക്കോട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ 505-ാം ഘട്ടം 10/7/2024 സ്നേഹതീരത്ത് വെച്ച് നടത്തുന്നു. അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ അനുരാജ് ബെൻസിമോ മോട്ടേഴ്സ് തോട്ടയ്ക്കാട്. അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ കുടുംബത്തെയും ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണത്തിന് സ്പോൺസർ കണ്ടുപിടിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വന്ന ഈ സേവാ സമിതിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയ കാലം മുതൽ ഈ സേവാ സമിതി ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് മറ്റും എല്ലാ സഹായവും ഞങ്ങളോടൊപ്പം ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ആശ്രയിച്ച് അനുഗ്രഹിക്കണം. ഇന്നത്തെ ഭക്ഷണത്തിന് ഇവർ കണ്ടെത്തിയ സ്പോൺസേഴ്സിനെയും അനുരാജിനെയും ബെൻസിമോളെയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന നിന്നുകൊണ്ടേക്ക് ദൈവമേ അങ്ങയുടെ കരുണ വർഷിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തിന് ഫലം ഞങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹതീരത്തെ അമ്മമാരുടെ പ്രാർത്ഥന എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും. നല്ല ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്ക് ആരുമില്ലാത്ത ഈ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹതീരത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനായിട്ട് ഇവർ കാണിച്ച നല്ല മനസ്സിനെ ഓർക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തിക്ക് 100 ഇരട്ടി പ്രതിഫലം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. അനിൽ സാറിനെയും ബെൻസിമോളെയും ഒക്കെ ആശ്രയിച്ച് അനുഗ്രഹിക്കുകയും അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളും വിജയപ്രദമാക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. എല്ലാവിധ ആപത്തോടും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സേവാ സമിതി സംഘടനയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കുടുംബത്തെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനെ